കായംകുളത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി യു പ്രതിഭയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ UDF നേതാവായ ഇർഷാദിനെതിരെ കേസെടുത്തു പോലീസ്. യു പ്രതിഭ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഒരു വനിതയ്ക്കെതിരെ ഇത്തരത്തിൽ പരാമർശം നടത്തരുതെന്ന് യു പ്രതിഭ പ്രതികരിച്ചു. അവിടെ കഴിഞ്ഞ കുറേ ദിവസമായി വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പലതവണ വന്നിട്ടും ഞാനത് കാര്യമാക്കിയില്ല. പക്ഷേ മൈക്ക് കെട്ടി അതിലൂടെ പോലും വിളിച്ചു പറയുക എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമായതുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ തെളിവുകളെല്ലാം മനുഷ്യർ കാണുകയും ചെയ്തിട്ടുണ്ട്. പബ്ലിക് സ്പീച്ചാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കേസ് ഫയൽ കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പാർട്ടി മണ്ഡലം കമ്മിറ്റി എന്ന തരത്തിൽ ഇലക്ഷൻ കമ്മീഷനും അതിൻ്റെ പരാതി നീക്കിയിട്ടുണ്ട്. എനിക്കെന്നല്ല മറ്റൊരാൾക്കും നേരെ ഇത്തരത്തിൽ ഒന്നാമത് തിരഞ്ഞെടുപ്പെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ മൈൻഡെല്ലാം അപ്ലൈ ചെയ്ത് നമ്മൾ നിൽക്കുന്നൊരു സമയമാണ്. അതിനിടയ്ക്ക് നമ്മൾ തിരക്ക് പിടിച്ചോടുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മളെ ആക്ഷേപിച്ച് മാനസികമായിട്ടുള്ള നമ്മുടെ വീര്യത്തെ തളർത്താൻ ആയിട്ടുള്ളൊരു പരിശ്രമമായിട്ടാണത് കണ്ടത്. അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഒരാളുടെ ഭാഗത്തുനിന്നും ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയത്. സംഭവത്തിൽ പ്രതിഷേധവുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രംഗത്തെത്തി. CS സുജാതയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ വൻ പ്രതിഷേധ പ്രകടനവും ഒക്കെ നടന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളുമായി ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഷാജി, നേരത്തെയും ഇത്തരത്തിൽ കായംകുളം മണ്ഡലത്തെ സമാനതകളില്ലാത്ത വികസനത്തിലേക്ക് നയിച്ച ഒരു MLA കൂടിയാണ് പ്രതിഭ യു പ്രതിഭ. ആ പ്രതിഭയെക്കുറിച്ച് അത്തരത്തിൽ മോശമായി നേരത്തെയും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. മൈക്കിലൂടെ പറഞ്ഞത് കേട്ടിട്ടുള്ള വിഷമം കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികരിക്കാനും കേസ് കൊടുക്കാനും തയ്യാറാണ്. എന്താണ് കേസിൻ്റെ ഇപ്പോഴത്തെ മെറിറ്റ്? 2 കേസുണ്ടല്ലോ അല്ലേ? അതെ അജിംഷാദ്, 2 കേസുകളാണ് ഉള്ളത്. ഒന്ന്, കായംകുളത്തെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് യു പ്രതിഭ നൽകിയ പരാതി. അതിനുശേഷം മണ്ഡലം കമ്മിറ്റിയുടെ ഒരു പരാതിയുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ആ പരാതി അടിസ്ഥാനത്തിലാണ് ഇന്ന് ജില്ലാ കളക്ടർ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ജില്ലാ ഭരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർക്കായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. അദ്ദേഹം അത് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം, അതായത് ഈ സ്ത്രീ വിരുദ്ധ പരാമർശം അല്ലെ പ്രസംഗം നടത്തിയ UDFന്റെ നേതാവിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനായിട്ട് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കായംകുളത്തെ LDF സ്ഥാനാർത്ഥി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് കേസിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. 2 കേസുകൾ. ഒന്ന്, ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ പോലീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവീനർ, കായംകുളത്തെ തെരഞ്ഞെടുപ്പ് കൺവീനർക്കെതിരെ കേസെടുക്കുന്നു. ഇനി എന്തൊക്കെ പ്രതിഷേധങ്ങളാണ് ഇന്ന് നടന്നത്? അജിംഷാദ്, കായംകുളത്തെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം രാവിലെ നടന്നിരുന്നു. വളരെ വലിയ ഒരു സ്ത്രീ പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിച്ചു. പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിലുള്ള ഒരു പ്രതിഷേധമാണ് കാണാൻ സാധിച്ചത്. ഇതിനിടയിൽ ഈ കോൺഗ്രസ് നേതാവിനെ അല്ലെങ്കിൽ UDF നേതാവിനെ തന്റെ സംസ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ള ഒരു അറിയിപ്പ് UDF കേന്ദ്രങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ താൽക്കാലികമായിട്ട് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമായ സാഹചര്യത്തിൽ അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ചെയ്യുന്ന ചില പൊടിക്കൈകളാണ്. അതിലൊന്നും ജനാധിപത്യ മഹിളാ അസോസിയേഷനോ അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയൊന്നും അതിനോടൊന്നും യോജിക്കുന്നില്ല. പക്ഷെ എന്തായാലും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന തീരുമാനത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ തീരുമാനം.